ഡൗൺ ബിഗിൻസ്. കൊച്ചിയിലേക്ക് നമ്മൾ പോകുന്നു. അലി അക്ബർ ഷാ പിന്നിലാണ് അലി. അലി, എന്താണ് കൊച്ചിയുടെ വൈബ്? എങ്ങനെയാണ്? അടിപൊളിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുക? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? ഡോക്ടർ അരുൺ ആൻഡ് സുജയ, കൊച്ചിയിൽ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഇനി പുതുവത്സരത്തിലേക്ക് കടക്കാൻ ബാക്കിയുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള പുതുവത്സര ആഘോഷം കാണണമെങ്കിൽ കൊച്ചിയിലേക്ക് വരണമെന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇത്തവണയും ആഘോഷങ്ങൾക്ക് കളർ കുറവൊന്നും തന്നെയില്ല. കഴിഞ്ഞ തവണ ചെറിയ രീതിയിലുള്ള ഒരു അപകട സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഗംഭീരമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇത്തവണ കൊച്ചി പുതുവത്സരത്തെ വരവേൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം ഒരു ഭീമാകാരനായ പാപ്പാഞ്ഞി. ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് കൊച്ചിക്കാർ പുതുവത്സരത്തെ വരവേൽക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശികളടക്കമുള്ള നിരവധി ആളുകളാണ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ഈ കൊച്ചിൻ പുതുവത്സര ആഘോഷം കൂടാനായി എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനത്തിരക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ അപകട സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇത്തവണ സുജയ പാപ്പാഞ്ഞി ഇത്തിരി മെലിഞ്ഞു. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ തവണ ചെറിയ വിവാദമൊക്കെ തീർച്ചയായും കഴിഞ്ഞ തവണ നമുക്കറിയാം ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അതായത് പാപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രി മോദിയുടെ മുഖമാണെന്നത് അടക്കമുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ അതുകൊണ്ട് ഇത്തവണ സംഘാടകർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇത്തവണ സംഘാടകർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പാപ്പാഞ്ഞിയുടെ മുഖം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, ഒരു വട്ട കണ്ണടയും തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് ഇത്തവണ ഒരു വിവാദത്തിലേക്കും ഒരു മുഖച്ചായിലേക്കും കടക്കരുത് എന്ന ഒരു ഉറപ്പ് എന്തായാലും സംഘാടകർക്കുണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ കൊച്ചി അതിന്റെ ഒരു എന്തായാലും എനിക്കൊരു 12 മണിയാകുമ്പോഴേക്കും അല്പസമയത്തിനകം തന്നെ ആ ഒരു വൈബിലേക്ക് കൊച്ചി കടക്കും. ഇനി നിമിഷങ്ങൾ മാത്രമാണ്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു DJ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 12 മണിയോടുകൂടി ഈ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തിന്റെ ഏറ്റവും ഗംഭീരമായ ആഘോഷത്തിലേക്ക് കൊച്ചി കടക്കും. അതിനുശേഷം വീണ്ടും ഈ DJ നൈറ്റിലേക്ക് പോകും. കാരണം ഈ ആൾത്തിരക്ക്, ഒരു കുത്തിത്തിരക്കുണ്ടായ ഒരു അപകട സാധ്യത കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ DJ പാർട്ടി അടക്കം മറ്റു പരിപാടികൾ അടക്കം സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പരേഡ് ഗ്രൗണ്ടിലാണ്. അപ്പുറത്ത് വെളി ഗ്രൗണ്ടിലും ഒരു പാപ്പാഞ്ഞി ഉണ്ടായിരുന്നു. അത് കത്തിക്കരുത് എന്ന നോട്ടീസ്. തീർച്ചയായും ഞാൻ തിക്കും തിരക്കുമെന്നാണ് പറഞ്ഞത് സുജിയ. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ് അരുൺ. ഇവിടെ ഉണ്ടായിരുന്ന വൈൻ കുറച്ച് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഗംഭീരമാണ്. ആ കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. കഴിഞ്ഞ തവണത്തെ വിവാദങ്ങളിൽ നിന്നെല്ലാം വിട നൽകിക്കൊണ്ടുള്ള പപ്പാഞ്ഞിയാണ്. ഈ പപ്പാഞ്ഞിയെ കാണുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരനായ പപ്പാഞ്ഞിയായിട്ട് തോന്നുന്നില്ല അല്ലേ? ഒരു പോർച്ചുഗീസ് ലുക്ക് ഉണ്ട്. അത് പോർച്ചുഗീസുകാർ എത്ര പേര് അറിയാമായിരിക്കും? പോർച്ചുഗീസുകാർ ഇത് കാണില്ലല്ലോ. അതെ, പോർച്ചുഗീസുകാർ ഇത് കാണത്തില്ല എന്നുള്ളതാണ് ആര്യയുടെ ഒരു കാഴ്ചപ്പാട്.